വെൽക്കം ടു മൈ ചാനൽ മൈ ലോൺലി പ്ലാനറ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു മാറ്ററാണ്. അതായത് ഞാൻ പേഷ്യൻസിനോട് പല്ല് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അതായത് പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനാമലിന് എന്തെങ്കിലും പറ്റുമോ, ചോര വരുമോ, പിന്നെ പല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പുകൾ കൂടുമോ, പല്ലിൻ്റെ ആ ഇളക്കം തട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. ക്ലീനിങ്, സ്കെയിലിംഗ്, ഓറൽ പ്രൊഫൈലാക്സിസ് എന്നിങ്ങനെ 3 ടേംസാണ് ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്നത്. നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം പോകാത്തായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അതായത് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ്, അങ്ങനെയുള്ള അഴുക്കുകളൊക്കെ പോകാനായിട്ട്, സ്റ്റെയിൻസ് ഒക്കെ പോകാനായിട്ട് നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യുന്നത് സ്കെയിലാർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ അൾട്രാസോണിക് സ്കെയിലാർ എന്ന് പറയും. നമ്മൾ പല്ലിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുക. എവിടെയാണോ ആ കാൽക്കുലസ് പ്രസൻ്റ് ആവുക അവിടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇത് ഓൾറെഡി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഈ വാട്ടർ മാർക്സ് വരുന്നുമുണ്ട്. എന്നെ നകത്തുമ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു തരത്തിലുള്ള സ്ട്രെസ്സോ ഒരു തരത്തിലുള്ള പാടോ നകത്തുമ്പോൾ ഫോം ചെയ്തിട്ടില്ല. രണ്ടാമത് പേഷ്യൻസ് പറയുന്നത് സ്പേസിങ്ങിൻ്റെ കാര്യമാണ്. അതായത് പല്ല് ക്ലീൻ ചെയ്തതിന് ശേഷം 2 പല്ലുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന സ്പേസിങ്ങിനെ പറ്റി പേഷ്യൻസ് പറയാറുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പല്ല് ക്ലീൻ ചെയ്യണേക്ക് മുമ്പ് ഈ 2 പല്ലുകളുടെ ഇടയിൽ ഈ പറയുന്ന ഹാർഡ് സബ്സ്റ്റൻസും ഈ പറയുന്ന പോലുള്ള കറകളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഈ കറകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു, ആ ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ ആ ഒരു നാച്ചുറൽ എഫക്റ്റ് നമുക്ക് കിട്ടും. അതായത് ആ 2 പല്ലിൻ്റെ ഇടയിലും ഇത്ര നാളും ഒരു സാധനം ഉണ്ടായിരുന്നു, ആ സാധനത്തിന് നമ്മളെടുത്ത് കളഞ്ഞപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. അത് ഒരിക്കലും ഈ ഒരു പല്ല് ക്ലീൻ ചെയ്യണ ഈ ഒരു മെഷീൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു സ്പേസിങ്ങേ അല്ല. ഇനി പേഷ്യൻസ് പറയുന്ന വേറെ കംപ്ലയിൻറ്റ്, ആ പല്ല് കുറച്ചും കൂടി ലൂസായി, ഏതൊക്കെ പല്ലുകളാണോ ക്ലീൻ ചെയ്ത് ആ പല്ല് കുറച്ച് ലൂസായി എന്ന് പറയാറുണ്ട്. ഇത് സാധാരണ പറയാറുള്ളത് ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് പറയാൻ കാരണം അവരുടെ ആ പല്ലിന് ചുറ്റും ഉണ്ടാകുന്നത് ഒരു വലിയൊരു ബണ്ടിൽ ഓഫ് കാൽക്കുലസ് ആയിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം നിറച്ച് കാൽക്കുലസ് ഉണ്ടാവും. ആ പല്ല് അവിടെ ഇരിക്കാൻ കാരണം ഈ കാൽക്കുലസ് കൊണ്ട് മാത്രമായിരിക്കും. ഈ കാൽക്കുലസ് ആയിരിക്കും ആ പല്ലിന് സപ്പോർട്ട് കൊടുക്കുന്നത്. ഈ കാൽക്കുലസ് ഇരിക്കുന്നത് കൊണ്ട് ഈ നമ്മുടെ ആ പല്ലിന് ചുറ്റുമുള്ള ഗമ്മുകൾ മുഴുവൻ ഇറങ്ങിപ്പോവുകയും ഈ കാൽക്കുലസിൻ്റെ ആ ഒരു അക്യുമുലേഷൻ ആ പല്ലിന് ചുറ്റും ആ ഒരു സപ്പോർട്ട് കൊടുക്കും. പെട്ടെന്ന് ഒരു ദിവസം ഈ കാൽക്കുലസ്, അതായത് ഈ പല്ലിന് ചുറ്റും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ആ പല്ലിന് കിട്ടുന്ന സപ്പോർട്ട് മുഴുവൻ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ പല്ല് അത്യാവശ്യം ലൂസ് ആവാനായിട്ട് തുടങ്ങും. നമ്മുടെ പല്ലുകൾ നമ്മൾ റെഗുലറായിട്ട് വന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഒന്ന്, വായനാറ്റം നല്ല രീതിയിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, കേരീസ് വരാണ്ടിരിക്കാനായിട്ട് സാധിക്കും. അതായത് പല്ലിൽ കേടൊന്നും വരാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. രണ്ടാമത്, ബ്ലീഡിങ് ഗംസ്. അതായത് നമ്മൾ മിക്ക പേഷ്യൻസും പറയാറുണ്ട് പല്ല് തേക്കുമ്പോൾ ബ്ലീഡ് ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നമുക്ക് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നാലാമത്തത്,
നമ്മുടെ ഗംസ് എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. അഞ്ചാമത്തെ നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്നത് വളരെ പ്രോപ്പറായിരിക്കും. ഇങ്ങനെ 5 കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു ചെറിയ കാര്യം കൂടി, അതായത് നമ്മുടെ 2 വീലർ ആയാലും 4 വീലർ ആയാലും ഇത്ര കിലോമീറ്ററൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഏതൊരു കാര്യമായാലും നമ്മളങ്ങനെ അതുപോലെ കെയർ ചെയ്ത് നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പല്ലും വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അതായത് നിങ്ങൾ 6 മന്ത്സ് കൂടുമ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് റെഗുലറായിട്ടുള്ള ചെക്കപ്പ് ചെയ്യുക, പല്ല് ക്ലീൻ ചെയ്യുക. അത് 6 മന്ത്സ് നിങ്ങൾക്ക് പാടാണെങ്കിൽ ഇയർലി 1 ടൈം എങ്കിലും ഇത് നിങ്ങൾ റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. സാധാരണ പേഷ്യൻസ് ചോദിക്കുന്ന ഡൗട്ട്സാണ് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്ത് പോകുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും എഴുതുക. ഞാനതൊക്കെ വായിച്ചിട്ട് ആ വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്ത ദിവസം വേറൊരു എപ്പിസോഡായിട്ട് നമ്മൾ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.